മോനെ കൊണ്ട് തോറ്റു. എന്താ വിനീത ഇങ്ങോട്ടേക്ക്? ചുമ്മാ ഇതുവഴി പോയപ്പോൾ അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു? ഓ സുഖമായിരിക്കുന്നു ഫാദർ. ഞങ്ങളൊന്ന് ഫാദറിനെ കാണാൻ വേണ്ടി വന്ന. എന്താ വിശേഷിച്ച്? ഫാദർ, എൻ്റെ പേര് ശിവൻ. ഞാനിവിടെ ജോയിൻ ചെയ്ത പുതിയ സി എ ആണ്. അപ്പോൾ ശിവനാണ് അവിടെ താമസിക്കാൻ വന്നത്? അതെങ്ങനെ ഫാദറിന് മനസ്സിലായി? അതവിടെ നിൽക്കട്ടെ. അല്ല, അവിടെ താമസിച്ചുകൊണ്ട് ശിവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടൊന്നുമില്ല ഫാദർ, പക്ഷേ ഞാൻ കണ്ടൊരു സ്വപ്നം, അത് എന്താ ശിവ? ശിവ, അത് സ്വപ്നമല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. ഞാൻ അവരോട് പറഞ്ഞതാണ് ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റാതെ ആ വീട് വാടകയ്ക്ക് കൊടുക്കരുത്. അല്ല, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാദർ? ഏയ്, അത് പിന്നെ പറയത്തക്ക പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും ഒന്ന് സൂക്ഷിക്കണം. ആ തയ്യൽ മെഷീനിൽ കുടിയിരിക്കുന്ന എന്താണെങ്കിലും അത് ശിവന്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനെ ഒഴിവാക്കാൻ ഇനി സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇതുപോലെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അവിടെ എന്ത് പ്രശ്നമാണ് ഫാദർ ഉണ്ടായിട്ടുള്ളത്? ആ അമ്മയുടെയും മകളുടെയും മരണത്തിന് ശേഷം അവിടെ ചില അസ്വാഭാവിക സംഭവങ്ങൾ താമസിക്കാൻ വന്നവർക്കുണ്ടായിട്ടുണ്ട്. എങ്ങനെയുള്ള? ശിവനിപ്പോൾ അനുഭവപ്പെട്ടതുപോലെയുള്ള. അല്ല, ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഫാദർ? ശിവനൊരു കാര്യം ചെയ്യും. ഇന്ന് തന്നെ ശിവന്റെ ഭാര്യയും കുഞ്ഞും അറിയാതെ ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റണം. എന്താവശ്യമുണ്ടെങ്കിലും ശിവൻ ഇങ്ങോട്ട് വരാം. മാറ്റാം ഫാദർ. ഫാദർ, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ? പോയി വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി. ഹലോ, അകത്തേക്ക് വേടോ. എന്താ സാറേ? താത് പിടിച്ച്. എന്നെ മുടിഞ്ഞ ഭാരോ സാറേ ഇതിന്? ഒന്നും മിണ്ടാണ്ടിരിക്കടോ, അവളെ ഇരിക്കും. സാറേ, എന്തായാലും ഫാദർ പറയുന്ന പോലെ ഈ മെഷീൻ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. താഴെ എവിടെ കൊണ്ട് കളയാൻ ഉദ്ദേശിക്കണത്? ഞാൻ ആ സ്ക്രാപ്പ് കോപ്പിയുടെ കടയിൽ കൊണ്ട് കൊടുക്കാം. അതാകുമ്പോൾ വെട്ടിപ്പൊളിച്ച് പാഴ്സലാക്കി കയറ്റി വിട്ടുള്ളൂ.
ഇതൊരു തലവേദനയാവോ? ഞാൻ നോക്കിക്കോളാം, സാർ ടെൻഷൻ ഒന്നും അടിക്കണ്ട. താനാ ചെല്ലാൻ നോക്ക്. ആ ശരി. ഓക്കെ സാർ. ആ സാറേ, എന്താടോ? എൻ്റെ പൊന്നു സാറേ, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നാ പ്രസാദം. വേണ്ട 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 വേണ്ട, താൻ തന്നെ വെച്ചോ. എടോ, ആ നമുക്കേ ആ ഫാദറിനൊന്നും കണ്ടല്ലോ. ആ പോവാം സാറേ, നമുക്ക് പോവാം. ആ എന്തായാലും താൻ കൊണ്ടുവന്നല്ലേ, ഒരെണ്ണം ഇടും നിൽക്ക്. ആ ചെറുതൊരെണ്ണം. എനിക്കറിയായിരുന്നു സാറിന് ആവശ്യം വരുന്നത്. അല്ല അതുകൊണ്ടല്ല, താടെ വെറുതെ വെച്ചേക്ക്. കൈ തരണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. ആ പൊക്ക പൊക്ക പൊക്ക. ശരി. ഭഗവാനേ, എൻ്റെ ഒരു കാര്യം. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കൂ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവരെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകരുത്. ശരി ഫാദർ. എനിക്കങ്ങോട്ട് വരാനുള്ള സമയമായി. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. ശരി ഫാദർ. ചെല്ല്. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ രണ്ടുപേർക്കും. എന്താ വിനീതേ, ഇന്നലത്തെ പോലെ എന്തെങ്കിലും ആയിട്ടാണോ വന്നിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ശേ, നീ ഓരോന്നോറുവിനെ പേടിപ്പിക്കില്ലേ. നീ ചായ എടുത്തേ. മോളെന്തേ? അവളോടെ കളിച്ചോണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടേ മോള്? നല്ല കളറല്ലേ? നല്ല കളറാ. കൊള്ളാല്ലേ? സൂപ്പർ ബോളാ. ആണോ? ആ. ആ. മോളൊന്ന് പിടിച്ചേ, അച്ഛൻ പോരാട്ടോ. ആ.
ഞാൻ പറഞ്ഞത് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നെ പൊന്ന് സാറേ, ഞാൻ പോവാണ്. ഞാൻ സ്റ്റേഷനിൽ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് എന്നെ വിളിക്കരുതെന്ന്. എനിക്കെന്നെ ജോലി പോയാലും ഇനി പ്രശ്നമില്ല. മറ്റടുത്ത് ഇടപാടുമായിട്ട്. വിനീതേ, എങ്ങോട്ടാ? ചായ കുടിക്കുന്നില്ലേ? എന്താ വിനീത കയ്യില്? ചോദിച്ചത് കേട്ടില്ലേ? ഓ, ശിവയുടെ കയ്യിലുണ്ടോ? എന്തിനാ ആവശ്യമില്ല സ്ഥലം കെട്ടിച്ചോണ്ടിരുന്ന ശിവ? അനിത, 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 എടോ അച്ഛ, എന്റെ അരിമോള്. In the name of Father, and in the name of Son, and in the name of Holy Spirit. Amen. മോളെ, അരിമോളെ, മോളെ, അരിമോളെ. In the name of Father, and in the name of Son, and in the name of Holy Spirit. Please save the child from demon powers. Amen. മോളെ, ശിവൻ ഒരു കാര്യം ചെയ്യും. കുഞ്ഞിനെ വിനീതിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്നോടൊപ്പം വരും. വിനീത്, മോള് നോക്കണേ. In the name of Father, and in the name of Son, and in the name of Holy Spirit. മരണാനന്തരം ദൈവസന്നിധിയിലിരിക്കേണ്ട നീ എന്തിനാണ് ഈ ശരീരത്തിൽ നിലകൊള്ളുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ തിരുവചനത്താൽ നിന്നെ ദൈവസന്നിധിയിലെത്താൻ ഞാൻ സഹായിക്കാം. മറ്റൊരാളുടെ ശരീരത്തിൽ ഇരിക്കാൻ നിനക്കൊരു അവകാശവുമില്ല. നീ ഇപ്പോ തന്നെ ഈ ശരീരം ഒഴിഞ്ഞു പോണം. അതാണ് ദൈവഹിതം. ഫാദർ ഗ്ലോറിയാസ്, എങ്ങനെയാണ് ഞാൻ പോയേണ്ടത്? ഒരു കാരണവുമില്ലാതെ എന്നെയും എൻ്റെ മോളെയും ഇല്ലാതാക്കിയവൻ ആരാണെന്ന് പോലും കാണാതെ, അതെന്തിനാണെന്ന് അറിയാതെ ഞാൻ അവിടുന്ന് പോയാൽ എനിക്ക് ഏത് ദൈവസന്നിധിയിൽ ഇടം കിട്ടുന്നാണ് അച്ഛൻ പറയുന്നത്? ഏ ഏ Jesus, in the name of